ഇന്ന് നമുക്കൊരു ബംഗാളി ഡിഷായാലോ. ഇത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ചെയ്യണതാണ് കേട്ടോ. ആലു പൊറോട്ട എന്ന് പറയും. അപ്പോൾ ഇതിനെ മാഷ്ഡ് പൊട്ടാറ്റോസ് എന്നൊക്കെ പറയും ഇതിനെ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വയ്ക്കാം. അതിന് ശേഷം നമ്മൾ എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴികെ ബാക്കി ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അതിലേക്ക് മുളക്, ഇതിപ്പം 3 ഉരുളക്കിഴങ്ങ് എടുത്ത കാരണം 4 മുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ. എരിവ് അനുസരിച്ച് എടുക്കുക. അതിങ്ങനെ കരിയാണ്ട് വറുത്ത് കോരുക. പിന്നെ വെളുത്തുള്ളി, സവാള ഇതൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. പിന്നെ അതൊക്കെ കോരി മാറ്റി നമ്മൾ ഈ മുളക് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ ഈ മുളകിൻ്റെ കരികരിപ്പൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ, തണുക്കണതിന് മുമ്പ് തന്നെ ഇങ്ങനെ പൊടിച്ച് വെക്കുന്നത് നല്ലതാണ്. തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ പൊടിയില്ല കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് വേവിച്ച കാരണം ഇതിൽ കുറച്ച് ഉപ്പിട്ടിട്ടുള്ളൂ കേട്ടോ. ഉപ്പിടാണ്ട് വേവിക്കുകയാണെങ്കിൽ മുളകിൽ കുറച്ചും കൂടി ഉപ്പിട്ടോളൂ. പിന്നെ വറുത്ത് വെച്ച സവാള, പിന്നെ കുറച്ച് മല്ലിയില എല്ലാം കൂടെ കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ തിരുമ്മി ഉടയ്ക്കുക. അതിന് ശേഷം നമ്മൾ വറുത്തിട്ട് ബാക്കിയുള്ള ഓയിലില്ലേ അത് ഇതിൽ ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം എല്ലാതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് അവരിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഉരുള പോലെ പിടിക്കും. ഇത് കൂട്ടി ചോറിന നല്ല സ്വാദാണ് കേട്ടോ. ഇതും തൈരുണ്ടായ അടിപൊളി ഇതുപോലെ ഉരുളയാണ് അവർ ഉരുട്ടി ഇങ്ങനെ വെക്കുക. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തൊരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയോളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.